മാർക്കറ്റിൽ ബോറോ ചെയ്യുമ്പോൾ എപ്പോഴും ഡിമാൻഡ് കാണും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരിക്കും. അപ്പോൾ ഗവൺമെന്റിന്റെ ബോറോയും കുറയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടത്തില്ല വലുതായിട്ട്. അപ്പം പ്രൈവറ്റ് കമ്പനീസൊക്കെ അവരുടെ കപ്പാസിറ്റി ആഡ് ചെയ്യാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇത്രയും ലാസ്റ്റ് 2 to 3 ഇയർ ആയിട്ട് ഗവൺമെന്റാണ് കൂടുതലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് സെക്ടറിന്റെ ക്യാപെക്സ് വലുതായിട്ട് ഇന്ത്യയിൽ ഇമ്പ്രൂവ് ആയി തുടങ്ങിയില്ല. അപ്പം പ്രൈവറ്റ് ക്യാപെക്സ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് വലുതായിട്ട് കൂടാൻ പാടില്ല. കുറഞ്ഞുണ്ടെങ്കിൽ അവർക്ക് ലോണൊക്കെ എടുത്ത് പ്രൈവറ്റ് ക്യാപെക്സ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള സൈനാണ്. അതുപോലെ വേരിയസ് സെക്ടറിലുള്ള അലോക്കേഷനൊക്കെ ഗവൺമെന്റ് അത് തന്നെയാണ് ഇൻട്രീം ബഡ്ജറ്റിൽ പറഞ്ഞു തന്നെയാണ് ഉണ്ടായത്. റെയിൽവേസ് ആയാലും ഡിഫൻസ് ആയാലും അതുപോലെ ഹൗസിംഗ് ആയാലും അതുപോലെ റോഡ്സ് ആൻഡ് ഹൈവേസ് ആയാലൊക്കെ അവർ നല്ല രീതിയിൽ അലോക്കേഷൻ ഉണ്ട്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിലെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ജോബ് ക്രിയേഷന് കുറച്ച് സ്ട്രെസ് കൊടുത്തിട്ടുണ്ട്. കാര്യം ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്, ഒരുപാട് യൂത്ത് ആണ് അതിൽ. അപ്പോൾ ഒരു അൺഎംപ്ലോയ്മെന്റ് സിനാരിയോ ഭയങ്കരമായിട്ട് കൂടാതിരിക്കാനായിട്ട് ഗവൺമെന്റ് ഇപ്പം എംപ്ലോയ്മെന്റ് ക്രിയേഷനിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. കാരണം എംപ്ലോയ്മെന്റ് ജനറേഷൻ വരുമ്പോൾ ആൾക്കാരുടെ ഒരു ഫണ്ട് കാണും, പൈസ കൺസംഷൻ കാണും. ഒരു കൺസംഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു റിവൈവൽ എക്കണോമിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഗവൺമെന്റ് ഓവറോൾ ഫോക്കസ് ബഡ്ജറ്റ് പോസിറ്റീവ് ആയിരുന്നു. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടാക്സ് ക്യാപിറ്റൽ മാർക്കറ്റിൽ മെയിനായിട്ട് ഷോർട്ട് ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒക്കെ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ STT കൂട്ടി. പിന്നെ റിയൽ എസ്റ്റേറ്റിന്റെ കുറച്ച് കോൺട്രവേഴ്സ് വന്നപ്പോൾ അത് ഗവൺമെന്റ് 2 ഓപ്ഷൻ ഇപ്പം കൊടുത്തിട്ടുണ്ട്. പുതിയ രീതിയിലും പഴയ രീതിയിലും നമുക്ക് ടാക്സ് ഫയൽ ചെയ്യാനുള്ള കൊടുത്തിട്ട് ഓവറോൾ ബഡ്ജറ്റിൽ ഗവൺമെന്റ് കഴിഞ്ഞ 1-2 വർഷത്തിന്റെ ഫോക്കസ് തന്നെയാണ്. അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത് വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ നമുക്കറിയാം മെയിൻലി ഫിസിക്കൽ കൺസോൾട്ടേഷൻ ആണ്. കാരണം ഗവൺമെന്റ് ഇപ്പം തന്നെ ഗവൺമെന്റ് ബോറോയിങ്സ് കുറച്ച് വരുന്നത് നല്ലതാണ്. കാരണം നമുക്കറിയാം പൊതുവെ നമുക്ക് വരുമാനത്തോടെ എക്സ്പെൻസ് ഗവൺമെന്റ് ഉണ്ട്. ഇപ്പോൾ അഡീഷണലി എന്ന് പറയുന്നത് ബോറോയാണ് ചെയ്യുന്നത്. അതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് കുറച്ച് വരുന്നത് എപ്പോഴും പോസിറ്റീവാണ് മാക്രോ എക്കണോമിക് ലെവലിൽ. മേജർ സെക്ടറിൽ ഇൻട്രീം ബഡ്ജറ്റിന് അതേ ടൈപ്പിലുള്ള അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാക്സ് റാഷണലൈസേഷൻ ടാക്സിന്റെ കാര്യം നമുക്ക് മെയിനായിട്ട് 3 അസറ്റ് ക്ലാസ് ആണ്. റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, പിന്നെ ഇലക്ട്രിസിറ്റി, 4 അസറ്റ് ക്ലാസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഓരോ ലോങ് ടൈം 1 year 2 year 3 year ഉണ്ടായിരുന്നു പല അസറ്റ് ക്ലാസ്സിന്. അങ്ങനെ വരുമ്പോൾ എല്ലാം റാഷണലൈസ് ചെയ്തിട്ട് 1 year 2 year ആക്കി കഴിഞ്ഞു. 2 years ഉള്ളൂ ലോങ് ടൈം ഷോർട്ട് ടൈമിന്. അതായത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒക്കെ സിംഗിൾ 12.5 എന്നുള്ള ഫിഗറിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കാരണം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇക്വിറ്റിക്ക് 10 ആയിരുന്നു, റിയൽ എസ്റ്റേറ്റിന് വിത്ത് ഇൻഡെക്സേഷൻ 20 ആയിരുന്നു, ഗോൾഡിന് അതുപോലെ 20 ആയിരുന്നു. അപ്പോൾ പല റേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 12.5 കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഇക്വിറ്റിയും ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് 1 year ബാക്കിയൊക്കെ 2 year ആ ഇയർ വൈസ് കുറച്ച് കൺസോൾട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ STT ഫോർ ഡെറിവേറ്റീവ്സ് ഹൈക്ക് ആയിട്ടുണ്ട്. ഏറ്റവും വലിയ നെഗറ്റീവാണ് ബൈബാക്ക് ട്രാൻസാക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാര്യം ഇപ്പം നമുക്കറിയാം ബൈബാക്ക് ഇപ്പം ഒരുപാട് ബൈബാക്ക് വരുന്നുണ്ട്. കാര്യം ഇത് ഒക്ടോബർ 1 ബൈബാക്കിന്റെ ചേഞ്ചസ് ഇംപ്ലിമെന്റ് ആവുന്നുണ്ട്. അപ്പോൾ September 30 വരെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ടാക്സ് ഇല്ല. കാര്യം ബൈബാക്ക് ടാക്സ് കമ്പനി പേ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഷെയർ കമ്പനി ബൈബാക്ക് ചെയ്യുകയാണെങ്കിൽ ജനറലി കറന്റ് മാർക്കറ്റ് പ്രൈസോട് ഒരു 15 to 20% ഹയറിലായിരിക്കും ബൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് ആയിരുന്നു. ഒരു 100 ഷെയർ എടുത്താൽ ചില കമ്പനി 10 ഷെയർ എടുക്കും, ചില 5 എടുക്കും, ചില നല്ല കമ്പനി ചില 20 എടുക്കും. അങ്ങനെ അവരുടെ ക്വാണ്ടിറ്റി ഓഫ് ബൈബാക്ക് അനുസരിച്ച് നമുക്ക് ബൈബാക്ക് കൊടുക്കായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇൻ ഹാൻഡ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അത് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എമൗണ്ടിന് ബൈബാക്കിന് കൊടുക്കും. ഇപ്പം നമ്മളൊരു ഷെയർ 1200 രൂപയ്ക്കാണ് ഇപ്പം ബൈബാക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ 10 ഷെയർ കൊടുത്താൽ 10 ഷെയറിന്റെ ടോട്ടൽ വാല്യൂ എടുക്കും. അതായത് 10 shares into 1200 12,000 എന്നുള്ള ആ റേറ്റ് ആയിരിക്കും അവർ ഇൻകം ആയിട്ട് കാണിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ പർച്ചേസ് പ്രൈസ് നമ്മുടെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ക്യാപിറ്റൽ ലോസ് ആണ്. നമ്മൾ പർച്ചേസ് ചെയ്ത ഷെയർസ് കമ്പനി ബൈബാക്ക് ചെയ്തിട്ട് അത് അവർ എസ്റ്റിബ്യൂഷ് ചെയ്യുന്നുണ്ട്, അതൊന്നും ഇല്ലാതാക്കുന്നതാണ്. അപ്പോൾ അത് ലോസ് ആണ്. അപ്പോൾ അത് ക്യാരി ഫോർവേഡ് ചെയ്യാം. ലോസ് ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ അത് ഫുൾ ഇൻകം ആയിട്ടാണ് ഈ എടുക്കാൻ പോകുന്നത്. അത് വളരെ കുറച്ച് നെഗറ്റീവാണ്. കാര്യം കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ അവർ ബൈബാക്കിന് വരത്തില്ല. കാരണം പറഞ്ഞാൽ ഈ ടാറ്റ TCSന്റെ ബൈബാക്ക് വന്ന ടാറ്റ സൺസ് ആണ് മെയിൻ പ്രൊമോട്ടർ. 75% ഹോൾഡിങ്സും ടാറ്റ സൺസ്. അപ്പോൾ അവർ ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വേറെ ഒരു ഷെയറിലൊന്നും അവർക്ക് ലോസ് ഒന്നും വലുതായിട്ട് വരുന്നില്ല. കാര്യം അവർ വലുതായിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല. നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പോലെ അവർ മേടിച്ച് വിൽക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവർക്ക് ലോസ് ഒന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ജനറലി ബൈബാക്ക് കുറഞ്ഞു വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും വരുന്നത്. ഇപ്പോഴത്തെ ആ ഒരു ബൈബാക്കിന്റെ സിനാരിയോ കംപ്ലീറ്റ് മാറും. അപ്പം ബൈബാക്ക് കമ്പനി വരാതെ
അതിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് ആയിട്ട് ചിലപ്പം കമ്പനീസ് ഇപ്പം ഒരുപാട് കമ്പനീസ് ബൈബാക്ക് ചെയ്യുമ്പോൾ ഡിവിഡൻഡ് തരാറില്ല. അപ്പോൾ നമുക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ഡിവിഡൻഡ് തരാനുള്ള സാധ്യതയുണ്ട്. നല്ല ക്യാഷ് റിച്ച് കമ്പനീസൊക്കെ കൂടുതൽ ഡിവിഡൻഡ് ആയിട്ട് ഇനി തരുന്നതായിരിക്കും. ബഡ്ജറ്റ് ഒരു ഫിസിക്കൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റിന് ഏകദേശം 32.1 ലാക്ക് ക്രോസ്, അതായത് മില്യൺ ആണ്, ലാക്ക് ക്രോസ് ആണ് വരുമാനം. അതിൽ 48.2, അതായത് ഏകദേശം 32 ലക്ഷം കോടി വരുമാനമുണ്ട്, 48 ലക്ഷം കോടിയുടെ ചെലവുണ്ട്. അപ്പം മാക്സിമം 16 ലാക്ക് ക്രോസ് ആണ് ഗവൺമെന്റിന് എക്സസ് ആയിട്ട് ഫണ്ട് വേണ്ടത്. അതാണ് ഗവൺമെന്റ് ബോറോ ചെയ്യുന്നത്, കടമായിട്ട് എടുക്കുന്നത്. അതാണ് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ആയിട്ട് പറയുന്നത്. അപ്പം ആ 16.1 കഴിഞ്ഞ വർഷം 16.5 ആയിരുന്നു, ഇപ്രാവശ്യം 16.1 ആയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ബോറോയിങ്സ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. പക്ഷെ നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് പറയുമ്പോൾ ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗ്രോത്ത് ഉള്ളതുകൊണ്ട് GDP നമ്മൾ എല്ലാ വർഷം കുറച്ച് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 5.1 ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 4.9 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഗവൺമെന്റ് 6.1 ലാക്ക് ക്രോസിന്റെ ഫണ്ട് ഈ ഒരു വർഷം ആവശ്യമുണ്ട്. ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ട്. അതായത് ഏകദേശം 10 ലക്ഷം കോടിയാണ് ഗവൺമെന്റ് ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പൊ അടച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ വർഷം ബോറോ ചെയ്തു, കഴിഞ്ഞ കുറേ വർഷമായിട്ട് ബോറോ ചെയ്തുകൊണ്ടിരിക്കില്ലേ, 16 ലാക്ക് ക്രോസ്, അതിന് മുമ്പ് 50 ആയി, അങ്ങനെ എല്ലാ വർഷം ബോറോ ചെയ്യുന്നതിന്റെ ഇൻട്രസ്റ്റ് ആണ് മെയിനായിട്ട് ഗവൺമെന്റ് ബോറോ ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ റെസിപ്റ്റ്സിന്റെ ഇപ്പൊ 31 ലക്ഷം കോടി ഉണ്ടെങ്കിൽ 11 ലക്ഷം കോടിയും ഗവൺമെന്റ് ഇൻട്രസ്റ്റ് ആയിട്ടാണ്, ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് ഗവൺമെന്റ് കിട്ടുന്ന വരുമാനത്തിൽ ഈ ഇൻട്രസ്റ്റ് ആയിട്ടാണ് പേ ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കി 31 ലക്ഷം കോടി ഉണ്ടെങ്കിൽ ഒരു 20 ലാക്സ് ക്രോസ് ഗവൺമെന്റ് ചെലവ് ചെയ്യാനായിട്ടുള്ള ഫണ്ട് കിട്ടത്തുള്ളൂ. അപ്പം കിട്ടുന്ന റവന്യൂയുടെ ഏകദേശം 37% ഇൻട്രസ്റ്റ് പേ ചെയ്യാനാണ് സെൻട്രൽ ഗവൺമെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ രീതിയിലും അവർ ടാക്സ് കൂടുതൽ കളക്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇപ്പൊ നോൺ ടാക്സ് റവന്യൂ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് RBI ഡിവിഡൻഡ് കഴിഞ്ഞ വർഷം 17,704 ഇതായിരുന്നു. ഇപ്രാവശ്യം 2,800 നല്ല ഒരു ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് നല്ല രീതിയിൽ കുറയ്ക്കാൻ ഗവൺമെന്റിന് പറ്റിയത്. നോൺ ടാക്സ് റവന്യൂ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പക്ഷെ എല്ലാ വർഷവും ഇതാണ് അവർ ടാർഗറ്റ് ഫിക്സ് ചെയ്യും. പക്ഷെ അതവിടെ കുറവായിരിക്കും എല്ലാ വർഷവും. ഈ 2018-19 മാത്രമേ ഉള്ളൂ അവർ ബഡ്ജറ്റിലൂടെ കൂടുതൽ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത്. അത് HPCL ഒന്ന് മറ്റേ ONGCക്ക് സ്റ്റേക്ക് സെയിൽ ചെയ്തു. പിന്നെ അതിൻ്റെ അടുത്ത വർഷം PFC REC PFC ഏറ്റെടുത്തു. അപ്പം സ്റ്റേക്ക് സെയിൽ PFC ചെയ്തു. അപ്പം അങ്ങനെ 2 സ്റ്റേക്ക് സെയിൽ ഹെവി ആയിട്ട് വന്നുകൊണ്ടാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടന്നത്. പക്ഷേ ലാസ്റ്റ് കുറേ വർഷമായിട്ട് ഗവൺമെന്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്താൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മാർക്കറ്റ് നല്ല പോസിറ്റീവ് ആണെങ്കിൽ, ബുൾ മാർക്കറ്റ് ആണെങ്കിൽ ഗവൺമെന്റ് കൂടുതൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സെക്ടറൽ അലോക്കേഷനൊക്കെ നമ്മൾ ഇന്റർ ബഡ്ജറ്റിൽ പറഞ്ഞ പോലെയാണ്. മേജറായിട്ടുള്ളത് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, അതുപോലെ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ഉണ്ട്, ഡിഫൻസ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഹൗസിംഗിൽ ഇപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇപ്പം സെക്കൻഡ് സ്കീം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാം ആ ഒരു റൈസ് സെക്ടർ അലോക്കേഷൻ ഒന്നുണ്ട്. എല്ലാത്തിലും ഏകദേശം 7 to 8%, 5 to 8% അതിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെയാണ് ഗവൺമെന്റ് കൂടുതൽ ആസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10% ആയിരുന്നു, അത് ഇപ്പോൾ 12.5% ആയിട്ടുണ്ട്. അതുപോലെ ഷോർട്ട് ടൈം 15 to 20 ആയി. അത് നല്ലൊരു ഹൈക്കാണ്. കാരണം നമ്മൾ ഷോർട്ട് ടൈമിൽ ഒരു 50,000 1 lakh പ്രോഫിറ്റ് കിട്ടിയാൽ 20% നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതാണ്. കാരണം അതിൽ എക്സംഷനും ഇല്ല. ലോങ് ടൈം ആകുമ്പോൾ എക്സംഷൻ നമുക്ക് കുറച്ചുള്ളത്. അതുപോലെ STT ഡെറിവേറ്റീവ്സിൽ നല്ല കൂട്ടിയിട്ടുണ്ട്. ചെറിയ എമൗണ്ട് ആയാലും ഇപ്പോൾ 0.065 0.1 ആക്കി. അപ്പോൾ നല്ലൊരു ഇൻക്രീസ് ആണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ ഒരു പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 1 lakh എക്സംഷൻ എന്നുള്ളത് 1.25 lakhs നമുക്ക് എക്സംഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ വർഷവും 1.2 lakhs വരെ പ്രോഫിറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് വിറ്റെടുക്കാം. അപ്പോൾ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ടാക്സ് റാഷണലൈസേഷൻ പറയുമ്പോൾ മുമ്പ് ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ എല്ലാം 20% ഉണ്ടായിരുന്നു, അത് 15 ഉണ്ടായിരുന്നു, പിന്നെ സ്ലാബ് റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം 20% ആക്കി, ബാക്കിയെല്ലാം സ്ലാബ് റേറ്റ് ആയി കഴിഞ്ഞു. ഇപ്പം ഡെറ്റ് ആയാലും അതുപോലെ ഗോൾഡ് ആയാലും എല്ലാം നമ്മൾ സ്ലാബ് റേറ്റിലാണ് ഷോർട്ട് ടൈം കൊടുക്കേണ്ടത്. അതുപോലെ ഷോർട്ട് ടൈമിന്റെ പീരീഡ് എന്ന് പറയുന്നത് ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന് മാത്രമേ, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് 12 months ഉള്ളൂ. ബാക്കി അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസിൽ അതുപോലെ ഫോറിൻ ഇക്വിറ്റീസ് അതൊക്കെ
24 മന്ത്സ് ആണ്. അതുപോലെ ഗോൾഡും 24 മന്ത്സ് ആണ്, റിയൽ എസ്റ്റേറ്റും 24 മന്ത്സ് ആണ്. അപ്പം നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ ഇക്വിറ്റി ഷെയർസ്, അതുപോലെ റീറ്റ്, അതൊക്കെ ഉള്ളൂ 12 മന്ത്സ്. ബാക്കിയെല്ലാം 24 മന്ത്സ് ആയി. അത് ലോങ് ടൈമിൽ എല്ലാം 12.5 ആക്കിയിട്ടുണ്ട്. ഇത് ഡെറ്റ് മാത്രം അതും സ്ലാബ് റേറ്റാണ്. അപ്പോൾ ഡെറ്റിൽ ലോങ് ടൈം ഷോർട്ട് ടൈം ഒന്നുമില്ല. നമ്മൾ FD പോലെ, ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ നമ്മൾ എത്രയാണ് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇപ്പോൾ നമ്മളൊരു 1 ലക്ഷം രൂപയുടെ ബോണ്ട് മേടിച്ചു, നമ്മളത് മെച്ചൂർ ആകുമ്പോൾ ഒരു 1.5 ലക്ഷം അല്ലെങ്കിൽ 1.25 ലാക്സ് ആണെങ്കിൽ ആ 25,000 നമ്മുടെ ഇൻകത്തിൽ ആഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ ടാക്സ് ഫയൽ ചെയ്യേണ്ടതാണ്. ഒരു പ്രത്യേകം എന്ന് പറയുമ്പോൾ നമ്മൾ വിൽക്കുമ്പോൾ ചെയ്താൽ മതി. FD ആകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് എല്ലാ വർഷവും ആഡ് ആവും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുമ്പോൾ നമ്മൾ 3 ഇയറിൻ്റെ ഒരു ബോണ്ടിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ആയാലും അത് 3 ഇയർ കഴിഞ്ഞ് റെഡീം ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഡെറ്റ് ഫണ്ടിലുണ്ട്. പക്ഷേ അത് സ്ലാബ് റേറ്റിലാണ് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് അവർ ഇൻഡെക്സേഷൻ എടുത്തു കളഞ്ഞു. പക്ഷേ കുറച്ച് പ്രൊട്ടസ്റ്റൊക്കെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഇൻഡെക്സേഷൻ റെസ്റ്റോർ ചെയ്യുന്ന പറഞ്ഞില്ല. അപ്പോൾ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻഡെക്സേഷൻ വെച്ച് 20% ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ 12.5% ഫ്ലാറ്റ് റേറ്റിൽ ഫയൽ ചെയ്യണം. അതാണ് നമുക്ക് കുറവ് അതേ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നത്. മുമ്പുള്ളത് മീൻസ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന്റെ മുമ്പുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ആഫ്റ്റർ ബഡ്ജറ്റ് ഉള്ളതെല്ലാം 100 അപ്ലൈ ചെയ്യുള്ളൂ. അതൊക്കെ അൺലിസ്റ്റഡ് ഫ്ലൈറ്റ്സ് ആണ്. അതിൽ ഷെയർസ് ഒക്കെ ഉണ്ട്, അത് ട്രാൻസാക്ഷൻ നടക്കാറുണ്ട്. അത് നോർമൽ ലിസ്റ്റഡ് ഷെയർസ് പോലെയല്ല ട്രീറ്റ് ചെയ്യുന്നത്. അൺലിസ്റ്റഡ് ഷെയർ സെപ്പറേറ്റ് ആണ്, സെപ്പറേറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ലിസ്റ്റ് ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അൺലിസ്റ്റഡ് ഷെയർ അവൈലബിൾ ആണ് എല്ലാവരും. അതല്ല അത് സാറ് പറയുന്നത് മുമ്പൊക്കെ ലിസ്റ്റ് ചെയ്ത് അതല്ല. ഇപ്പൊ ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, അതിലുള്ള ഈ കിംസ് ഹോസ്പിറ്റൽ, ഇതൊക്കെ ലിസ്റ്റഡ് ആണ്. ഷെയർ ഇതുവരെ മാർക്കറ്റ് എക്സ്ചേഞ്ചിൽ വന്നിട്ടില്ല. ബട്ട് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഷെയർസ് അവർക്ക് അറിയാവുന്ന രീതിയിൽ